ബാനാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ ഇതെങ്ങനെ ഇപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഇതിട്ട് കണ്ട്. ഗുഡ് മോർണിംഗ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മുഷീസ് മിറാക്കിൾ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ റീസെൻ്റ് ലുക്ക് പറഞ്ഞാൽ മുടിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഡോണർ ഏരിയയാണ് ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ. കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മുടിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അതായത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കാര്യം പറഞ്ഞാണ്, തമാശല്ല. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട് ബ്രോയുടെ ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? കുറേ ആൾക്കാർക്ക് ചെയ്യണമെന്നുണ്ട്. കുറേ ആൾക്ക് എനിക്ക് മെസ്സേജ് ആക്കിയിട്ടും ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ ഞാൻ വേണമെന്നുണ്ട്. പറയുകയാണെങ്കിൽ കുറേ ഇരുന്ന് പറയണ്ടേ. അപ്പോൾ ഇൻഷാല്ല ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, സ്വസ്ഥമായിട്ട് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഇൻഷാല്ല നാട്ടിൽ നിന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത്. ഹെയർ ട്രാൻസ്പ്ലാന്റിന് ഞാൻ തയ്യാറെടുത്ത വിധം, അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റിന് ഞാൻ പോയി എങ്ങനെയൊക്കെയാണ് അവിടെ ഡീറ്റെയിൽ, അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പെട്ട് എങ്ങനെ അവിടെ ചെന്ന് നമ്മളെ കാര്യങ്ങളും ഡീറ്റെയിൽ അവതരിപ്പിച്ച് എന്തൊക്കെ പോലും എന്നോട് പറഞ്ഞ് മുതൽ തൊട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ സൈതുണ്ട്. വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അല്ല, വേറെ കൂടുതലുള്ള ഒരാളത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇടാത്തതെന്ന് വെച്ചാൽ പ്രശ്നം, അതായത് യൂട്യൂബിൽ ചെറിയൊരു ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ബ്ലഡ് കണ്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് വയലൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, പബ്ലിക് വയലൻസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പബ്ലിക് വയലൻസ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ചിലപ്പോൾ യൂട്യൂബ് ബാൻ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന വീഡിയോ, അതായത് ഹെഡിൽ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യണമല്ലോ, അപ്പോൾ ബ്ലഡ് ഇങ്ങനെ വരുമല്ലോ. ബ്ലഡ് വലിയ പേടിക്കാനുള്ളതൊന്നുമില്ല, ചെറുതായിട്ട് ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ തന്നെ ആ സംഭവം ഞാൻ ഇട്ടുകയാണെന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ എന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ബ്ലഡ് വരുന്ന വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോ യൂട്യൂബ് ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് നോക്കട്ടെ. അത് എൻ്റെ യൂട്യൂബിനെ ബാധിക്കുന്ന കേസാണെന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അതിൻ്റെ ഇത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങനെ കവർ ചെയ്ത് കണ്ടോ അത് ബ്ലറാക്കി കണ്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ എക്സ്പീരിയൻസും വേദന ഉണ്ടോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ നീച്ച് കുളിച്ച് മാറ്റി കടയ്ക്ക് പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമുക്കൊരു പുതിയ അതിഥിയും കൂടി വരുന്നുണ്ട്. ഇൻഷാല്ലാ പരിചയപ്പെടുത്താം. വീഡിയോൻ്റെ മുമ്പിൽ ക്യാമറ ആളൊരു ക്യാമറ ഷൈ ആണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോൻ്റെ മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് അവനെ പരിചയപ്പെടുത്താം. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. പിന്നെ ഒക്കെ തന്നെ. പിന്നെ വേറെ എന്താ വെച്ചാൽ എൻ്റെ കുറേ ആൾക്കാർ മെസ്സേജ് ആക്കിയാണ് പറയുന്നത് എൻ്റെ ഇൻട്രോ പോരെ, എൻ്റെ ഇൻട്രോ ഒരു ഗുമ്മിട്ടാണ്, ഒരു രസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോഡ് ഇൻട്രോക്ക് ചേർന്ന ഇൻട്രോ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കണ്ടിരുന്നു ഏതോ പോയ കുറച്ച് മുമ്പത്തെ വീഡിയോസിൽ. അപ്പോൾ പറ്റി കിട്ടിയിരിക്കുകയാണെങ്കിൽ തപ്പിടുത്താണ് ഇതിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ആർക്കെങ്കിലും നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്ന അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു നല്ലൊരു ഇൻട്രോ ഉണ്ടാക്കി തരുന്നുണ്ട്. ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ അടിയിലുണ്ടാവും. അപ്പോൾ അതിൽ അല്ലാണ്ട് ലിങ്ക് ഉണ്ടോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടോ, അതിൽ കയറിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഫയൽ വിട്ടുതരണ്ടേ. അപ്പോൾ നല്ല അടിപൊളി ഇൻട്രോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ലാ ഞാൻ എൻ്റെ യൂട്യൂബിൽ ആഡ് ചെയ്യുന്നതാണ് ചെയ്തുതരും. ഞാൻ എൻ്റെ ഒരു അറിവിൽ ഞാൻ തട്ടിക്കൂട്ടാക്കിയാണ് ഉണ്ടാക്കിയതാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അടിപൊളി ഇൻട്രോ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ദയവ് അത് പ്ലീസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വിട്ടുതരണ്ടേ. പിന്നെ ഒരു സാധനം ഓർഡർ ആക്കി വരുത്തിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ടാണ് വരുന്നത്. ബൈക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താ വെച്ചാൽ ബൈക്കിൻ്റെ ഹാൻഡിലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറുമ്പോൾ ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം വരുത്തിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ്. ഇതെത്താ മട്ടെന്നറിയില്ല. ഈ ഗ്യാപ്പിൽ ഇതെങ്ങനെ ഇപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഇതിട്ടുകൊണ്ട് ഹാൻഡിൽ ബാറിൻ്റെ ഉള്ളിൽ ഹാൻഡിൽ ബാർ ഗ്യാപ്പൊക്കെ ഇട്ടുകൊണ്ട് ആദ്യം തയ്ക്കൂട്ടാ, എന്നിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ സാധനം ഉണ്ടല്ലോ ഇതിമേൽ വെച്ചുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യൽ. ഇതിങ്ങനെ വെച്ച് അങ്ങനെ ആക്കിക്കുകയാണെങ്കിൽ ടൈറ്റായി നിൽക്കും. പിന്നെ ഇതിമേൽ ക്യാമറ കൊണ്ടൊക്കെ തിരിക്കാനുള്ള ഓപ്ഷൻസ് ഇങ്ങനെ ഇങ്ങോട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാക്കാം. അതിലൊരു ചെറിയൊരു സാധനം ഏകദേശം 100-300 റുപ്യ അത്രേ ഉള്ളൂ.
അപ്പോൾ നോക്കട്ടെ എത്താൻ മട്ടൊന്ന്. മറ്റേത് നാട്ടിൽ നിന്ന് ബൈക്ക് കൊണ്ടുള്ള പ്ലാനൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. ഇവിടെ നേരത്തെ ഇല്ല അവിടെ നമ്മളെ നിൽക്കുന്നിടത്ത് ആ ബസ് സ്റ്റാൻഡിനോടല്ലേ ഒരാൾ ബസ്സിൽ കയറുന്നില്ല കേട്ടോ. ബസ്സിൽ കയറാൻ ഇപ്പോൾ ആ ബസ്സിൻ്റെ കണ്ടക്ടർ ഒന്നാണ്ട് ഇറങ്ങിക്കാണ്ട് ഫുൾ ഭയങ്കര കോമഡി. ഇനി വെള്ളം അടിച്ചോന്ന് എനിക്കറിയില്ല. കണ്ടക്ടർ വന്നുകൊണ്ട് ഇയാളെ വണ്ടിയിൽ ബസ് ഉന്തി കയറ്റുന്നുണ്ട്. ഇയാളാണെന്നുണ്ടെങ്കിൽ കയറണില്ല ബസ്സിൽ. അങ്ങനെ ഇയാളാണ്ട് ബസ്സിൽ കയറണില്ല. ലാസ്റ്റ് എന്ത് ചെയ്തേ ഇയാൾ കുറേ ഉന്തി മുമ്പത്തെ ഡോർ കൂടെ ഉന്തി കയറ്റാൻ നോക്കി. ഞാൻ അത് വിചാരിച്ചു ഇതിനകത്ത് പെരക്കാരെന്തേലൊക്കെ വെള്ളം അടിച്ച് കിടന്നിട്ട് ആ ക്ലീനറെ ഏട്ടനെ ആരെങ്കിലും വെള്ളം കുടിച്ച് കിടന്ന് കയറ്റാണ് വിചാരിച്ചു. ഇത് അതൊന്നല്ല, ഇത് വണ്ടി കയറില്ല. എന്താ ശിവലിംഗം വന്നിട്ട് കയറണമെന്ന് പറഞ്ഞു. അയാളുടെ ചൂടാണ് ശിവലിംഗം വന്നിട്ട് കുറേ അങ്ങനെ അയാൾ കയറില്ല. ഒരു 5 മിനിറ്റോളം ബസ്സിൽ കിടന്ന് ബസ് കയറ്റാൻ നോക്കിയാൽ കണ്ടക്ടർ ഒന്ന് കണ്ടേ കയറണില്ല. ലാസ്റ്റ് ബസ് എടുക്കാൻ നേരത്തെ ഇയാൾ കയറുന്നുണ്ട്. എന്താ ആ മറ്റേ ജഗതിൻ്റെ ഒരു ആ പടത്തിലുണ്ടല്ലോ, ജഗതി ഇങ്ങനെ പറഞ്ഞു ചോറ് വേണോ ചോദിച്ചാൽ ചോറ് വേണ്ട പറഞ്ഞു. അത് തനിക്ക് ചോറ് തിന്നാൽ ചോറ് മാണ്ടാന്നല്ല എന്നോട് പറഞ്ഞു. ഇന്നസെൻ്റ് ആൾ മാറി, ഞാൻ സിനിമ കാണാത്തതുകൊണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നസെൻ്റ് എന്നാണ് പറയണ്ടല്ലോ വളമ്പി കൊടുക്കുക. അപ്പോൾ ചോറ് വേണ്ട, കുറച്ച് സാമ്പാറും കൂട്ടിയാണ്ട് ചോറ് ചോറ് വേണ്ട, കുറച്ച് ചോറ് അന്നോടല്ലേ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയാൾ എന്നാ മാണ്ടേ വേണ്ടാറാണ് പോകാൻ ഇന്നസെൻ്റ് പോകാൻ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് ചോറ് തീ കിട്ടും പറഞ്ഞു. അതുകൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാറിയപ്പോൾ അയാൾ കാട്ടിയത് ബസ്സിൽ ഉന്തി കയറ്റാൻ നോക്കിയിട്ട് കയറേണ്ട ചെങ്ങായി മോയന്തൻ. ലാസ്റ്റ് ബസ്സാണ് തോന്നുന്നത്, അതാണ് അങ്ങനെ കയറുന്നില്ല. ലാസ്റ്റ് എന്നാൽ അവിടെ ഒന്നും പറയാണ്ട് ഇട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുകയാണ്. ഫോണിടയിൽ ഇയാൾ നിൽക്കണം ഞാനുണ്ട് പറഞ്ഞാണ് കണ്ടിരുന്നു മണ്ട. ഓ മൈ ഗോഡ്, അല്ല കോമഡിയാണ്. തീർച്ചയായും മറ്റാക്കിയത്. ഇന്ന് റൂമിൽ ഒരുത്തനും കൂടി ഉണ്ട്. ഓൻ്റെ പേര് ഹസീബാണ്, ഇവൻ്റെ പേരും ഹസീബാണ്. 2 ഹസീബാണ് ഇന്ന് റൂമിലുള്ളത്. ആകെ 3 ബെഡും 4 ആൾക്കാരും ഉണ്ട്. ഞാൻ മിക്കവാറും ഞാൻ ഇന്ന് മാർബിളുമ കിടക്കേണ്ടി വരും. കുഴപ്പമില്ല, എന്നാലും നമുക്കൊരു പ്രശ്നവുമില്ല. ഒന്നുമില്ല, കുട്ടം വന്നൊന്നും ഞാൻ മാർബിളുമല്ലേ കിടന്നിട്ട് എന്താ കാട്ടുന്നത്, വേറെ മാർഗമില്ല. സ്നേഹമുണ്ട് പറയാം, എനിക്ക് ഭയങ്കര സ്നേഹം. എല്ലാവരും പറഞ്ഞു, എനിക്കിങ്ങനെ മനസ്സിലായി എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന്. കാര്യം ചോദിച്ചപ്പോൾ കാര്യം പറയാം, എനിക്ക് ഭയങ്കര സ്നേഹം. അല്ല എല്ലാവരും പറയല്ലേ ഭയങ്കര സ്നേഹം. നായി വർക്കുണ്ട്. ഇതിന് മുമ്പ് പോയി അന്നേണ് അറിയുള്ളൂ. നായ്ക്ക് മുമ്പ് പോയിക്കോ. ഇതാ വരുന്നുണ്ട്, തെരഞ്ഞു വരുന്നല്ലേ. കോരക്കനാണ് കോരക്കടാ നായിൻ്റെ മോൻ. ഫുഡ് പൊക്കി പിടി. ഇവിടെ നിന്നെ നായിൻ്റെ അറപ്പ് പറയുന്നില്ലേ. ഇപ്പം പറയണ്ടല്ലോ, അബു പറയണ്ടല്ലോ ആടില് കട്ട ചോരയെ ഞാൻ കണ്ടത്. അത്രക്കൊന്നും വരില്ലല്ലോ ഈ പിയർ ആട് കാരണമാര്. തയമ്പൊട്ടിക്കണം. ഇപ്പം നായിന് മനുഷ്യന്മാരെ എണ്ണത്ത് കൂട്ടൽ തുടങ്ങിയില്ലേ. മോനെ ചെരുപ്പ് വരുത്തി എടുക്കുന്നു. അവിടെ പുതിയ ചെരുപ്പ് ഇത് കാണുന്നത് കണ്ട ഇൻ്റെത് നോക്കി കോപ്പി അടിച്ചിക്കാണ്ട് ഓർഡർ എന്നോട് അതിൻ്റെ ലിങ്ക് ഉണ്ട്. പിന്നെതാ ഇൻ്റെത് കോപ്പി അടിച്ചുകൊണ്ട് വരുത്തിച്ച ചെരുപ്പാണ്. ഞാൻ എന്ത് ഒരു സാധനം എനിക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. എൻ്റെ രസമുണ്ട് എന്ന് പറഞ്ഞ് കണ്ടാണ് വാങ്ങുന്നത്. ഇത് അതേമാതിരി അതെന്നെ വേണം. ഞാനൊരു റോൾ മോഡലായല്ലോ അല്ലേ. ഭയങ്കര സന്തോഷമുണ്ട്. 2024 സെൻസസ് പ്രകാരം കേരളത്തിനേക്കാളും കൂടുതൽ അങ്ങനല്ല കൊളായി. 2024 സെൻസസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെയും കാട്ടിയും കൂടുതൽ നായ്ക്കളുള്ള രാജ്യമല്ല സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ തമിഴ്നാടാണ്. ഇവിടെ മനുഷ്യന്മാരെ കാട്ടിയും കൂടുതൽ നായ്ക്കളാണ്. കണ്ണിമലരെ മുല്ലേ നീ തനിയേ. ഇതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ ഈ വണ്ടി റോഡ് റെഡിയാക്കാതെ അവൻ്റെ വണ്ടി കയറ്റി വിടില്ല എന്നെ. ഏത് പൊട്ടനും ചിന്തിക്കാനുള്ള അസീബേ ശരിയായിക്കണം. എന്നാലോ സീബ ഇവനാണ് പറഞ്ഞോളാം. സീബ അസ്സലാമു അലൈക്കും. എന്നായിക്കോട്ടെ, ഫുഡ് കഴിക്കില്ലേ?
തള്ളണ് കാണാരം വരെ ഇങ്ങനെ തള്ളൂല പോലെന്തള്ളടാ ഇത് കുറെ നേരമായിട്ട് തള്ളി മറിച്ചതാണ്. അതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇർഷാദ് തള്ളി മറിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് സമാപനം എന്താണ്? ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഗുഡ് നൈറ്റ്, ബൈ.